നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയി CJ അദ്ദേഹത്തിന്റെ മരണം രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കുടുംബം ആരോപിക്കുന്നത് കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ അദ്ദേഹത്തെ മാനസികമായി വേട്ടയാടി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിൽ ചെയ്തുപോയി എന്നൊക്കെ കുടുംബം ആരോപിക്കുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു സമ്മർദ്ദം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും അദ്ദേഹത്തെ 1 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അദ്ദേഹം ഈ ആത്മഹത്യയിലേക്ക് തിരിഞ്ഞത്. അതായത് തന്റെ റിവോൾവർ ഉപയോഗിച്ച് വലത് കൈയിലായിരുന്നു റിവോൾവർ ഉണ്ടായിരുന്നത്. ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെടിയുതിർത്തു എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയം കൂടി കലരുകയാണ്. അതായത് ഇപ്പോൾ കർണാടക ഭരണകൂടം കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും വി ശിവൻകുട്ടിയെ പോലെയുള്ള നേതാക്കൾ ഇതിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്രം ചിലരെ വേട്ടയാടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വഴിമാറുകയാണ്. ശരിക്കും അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരാളാണോ റോയി എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം ഇതിനു മുൻപും അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള ഒരാളാണ്. ഇന്നും ഇന്നലെയും ഒന്നുമല്ല അദ്ദേഹത്തെ ഈ പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇതിനു മുൻപും ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും സംഭവിക്കാത്ത ഒരു കാര്യം, ആ ഒരു ദാരുണമായ സംഭവം ഇപ്പോൾ സംഭവിക്കുന്നു. ഈ CJ റോയി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നിറം പിടിപ്പിച്ച കഥകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആഡംബര കാറുകളുടെ വലിയൊരു ശേഖരം, 9,000-ലധികം കോടി രൂപയുടെ ആസ്തി. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇങ്ങനെ ആകാശത്ത് ജീവിക്കാൻ കൊതിച്ച പ്രൈവറ്റ് ജെറ്റുള്ള, തൻ്റെ ചെറുപ്രായത്തിൽ 36-ാമത്തെ വയസ്സിൽ സ്വകാര്യ വിമാനം സ്വന്തമാക്കിയ CJ റോയിയെ ഒരു അത്ഭുത ജീവിയെ എന്നതുപോലെയാണ് പലപ്പോഴും മലയാളത്തിലെ മാധ്യമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് വാരിക്കോരി പരസ്യം കൊടുക്കും. പലപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ ഐഡിയ സ്റ്റാർ സിംഗർ പോലെയുള്ള പരിപാടികളിൽ മത്സരത്തിൽ വിജയിച്ചു വരുന്നവർക്ക് വലിയ ഫ്ലാറ്റ് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ. CJ റോയിയെ മറ്റൊരു അമാനുഷിക തലത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് തർക്കമില്ല. CJ റോയി കഴിവുറ്റവനാണ്, ബിസിനസ്സിൽ വിജയിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നത് വളരെ പളുപളുപ്പുള്ള, സാധാരണയിൽ കവിഞ്ഞ ആഡംബര സമൃദ്ധിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി കണ്ടാണ്. എന്നാൽ CJ റോയിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ 2000-ൻ്റെ തുടക്കത്തിൽ ബംഗളൂരു നഗരത്തിൽ ആരായിരുന്നു CJ റോയി? എങ്ങനെയാണ് ഇന്ന് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ തലപ്പത്ത് ഇത്രയധികം കോടികൾ വാരിയെറിയുന്ന ഒരു ബിസിനസ് അധിപനായി മാറിയത്? ഈ കഥ നമുക്ക് പലതും പറഞ്ഞു തരും. നമുക്ക് നമ്മുടെ ചർച്ച സ്വാഭാവികമായിട്ടും ആ കഥയിൽ നിന്ന് തുടങ്ങാം. CJ റോയിയുടെ പിതാവ് ബംഗളൂരുവിലൊരു ചെറിയ ബേക്കറി നടത്തുകയായിരുന്നു, ചിരിയങ്കണ്ടത്ത് ജോസഫ് ഏട്ടൻ. അദ്ദേഹത്തെ അക്കാലത്ത് നമ്മുടെ ബംഗളൂരു മലയാളികൾക്കൊക്കെ വലിയ കാര്യവുമാണ്. മകനെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും അടുത്ത സുഹൃത്തുക്കളോട് ഈ ജോസഫ് ഏട്ടൻ പറഞ്ഞിട്ടില്ല. മകനൊരു സാധാരണ നിലയിൽ വളർന്ന് ബംഗളൂരു നഗരത്തിലെ ഒരു കമ്പനിയിൽ, നമ്മൾ നേരത്തെ കേട്ടിരുന്നു, ഒരു ബഹിരാഷ്ട്ര കമ്പനിയിലൊരു ഉദ്യോഗസ്ഥനായി ജോയിൻ ചെയ്യുന്നു, സാധാരണ ജീവിതം തുടങ്ങുന്നു. എന്നാൽ CJ റോയി എന്ന ആ ബിസിനസ്സുകാരൻ്റെ വളർച്ച തുടങ്ങുന്നത് നമുക്കറിയാം. ഫെർണാണ്ടസ് എന്ന ഒരു കൊല്ലത്തുകാരൻ ബംഗളൂരു റിയൽ എസ്റ്റേറ്റുമായി ഇറങ്ങിയിരുന്നു. ഫേൺഹിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേര്. ഫേൺഹില്ലിൽ ഒരു ജോലിക്കാരനായി CJ റോയിയെ ഫെർണാണ്ടസ് എടുക്കുന്നു. ഫെർണാണ്ടസ് വളരെ സാഹസികമായി ബിസിനസ് ചെയ്യുന്ന ഒരു നേച്ചറൊക്കെയുള്ള ഒരു കഥാപാത്രമാണ്. ഫെർണാണ്ടസിൻ്റെ പല ബിസിനസ് ശൈലികളിലും അതുണ്ട്. ഫെർണാണ്ടസ് അന്ന് വിശ്വസിച്ച് തൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചത് 2 പേരെയാണ്. ഒന്നൊരു നമ്പൂതിരി മലയാളിയാണ്, 2 CJ റോയി. ഇവർ 2 പേരും ചേർന്ന് ഫെർണാണ്ടസിൻ്റെ ബിസിനസ് ആദ്യഘട്ടത്തിൽ വിജയിപ്പിക്കുന്നു. പക്ഷെ പിന്നീട് ഈ ഫെർണാണ്ടസിൻ്റെ ബിസിനസ് സാമ്രാജ്യം തകരുന്ന കാഴ്ചയാണ് ബംഗളൂരു മലയാളികൾ കണ്ടത്. ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല. ഫെർണാണ്ടസിൻ്റെ ചില സ്ഥാപനത്തിലെ ജോലിക്കാർ ചതിച്ചു എന്ന വാർത്തയായിരുന്നു അന്ന് ബംഗളൂരു നഗരത്തിൽ ഉച്ചത്തിൽ കേട്ടത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആരായിരുന്നു CJ റോയി എന്ന് നമ്മൾ കൃത്യമായി വിലയിരുത്തേണ്ടത്. എൻ്റെ ഒരു സുഹൃത്ത്, ഈ CJ റോയിയൊക്കെയായി അടുപ്പമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം ബംഗളൂരുവിലെ ഒരു ഹോട്ടൽ വ്യവസായ മേഖലയിലാണ്. നേരത്തെ തന്നെ റോയിയെക്കുറിച്ചുള്ള കഥകളൊക്കെ അദ്ദേഹം പറയും.
ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു, സുദീർഘമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്ന ചില കഥകളല്ല വാസ്തവങ്ങൾ. ITCയുടെ ഒരു ഹോട്ടലുണ്ട് ബംഗളൂരിൽ, ഗാർഡേനിയ എന്നാണ് അതിൻ്റെ പേര്. വളരെ പ്രശസ്തമായൊരു ഹോട്ടലാണ്, ആഡംബര സമൃദ്ധമാണ്. ബംഗളൂരുവിൽ ആഡംബര വില്ലയുണ്ട് CJ റോയിക്ക്. പക്ഷേ ബംഗളൂരുവിൽ എത്തുമ്പോൾ ആളുകളെ കാണുന്നത്, സംസാരിക്കുന്നതൊക്കെ ഈ CJ റോയി മുഖ്യമായും ഈ ITCയുടെ ഹോട്ടലിൽ വെച്ചാണ്. വളരെ തമാശയുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഹോട്ടൽ ജീവിതത്തിലൊക്കെ. ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ സവിശേഷതകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ITC ഹോട്ടലിൻ്റെ ഒരു ഫ്ലോറിൽ അടുത്തടുത്തൊരു 8-10 റൂമുകൾ ഇയാളങ്ങ് ബുക്ക് ചെയ്യും. എന്നിട്ട് ആ ഫ്ലോറിലേക്ക് പോകുന്ന ലിഫ്റ്റ് ഹോട്ടൽ അധികൃതരോട് പറയാതെ എക്സ്ക്ലൂസീവായിട്ട് തനിക്കും തൻ്റെ ഗസ്റ്റുകൾക്കും മാത്രം. അപരിചിതരെ ആ ലിഫ്റ്റിൽ കയറ്റി വിടരുത്. അതുപോലെ തന്നെ തൻ്റെ അടുത്ത മുറികളിലൊന്നും അപരിചിതരെ താമസിപ്പിക്കരുത്. എന്തോ ഒരു ഭയം CJ റോയിയെ വേട്ടയാടിയിരുന്നു. ഇക്കാര്യം അദ്ദേഹത്തോട് അടുപ്പമുള്ള മറ്റു ചിലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കറണ്ട് പോവുക അല്ലെങ്കിൽ ഇരുട്ട്, അതൊക്കെ റോയിക്ക് ഭയങ്കര ഭയമാണ്. ഇരുട്ടിനെ ഭയപ്പെട്ടിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. അതുപോലെ തന്നെ അപായപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കും എന്ന തോന്നൽ എപ്പോഴും റോയിക്കുണ്ട്. ഒരു ഭയം എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു CJ റോയി. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ഹോട്ടൽ റൂം ബുക്കിങ്ങിൻ്റെ ഈ പ്രത്യേകതകളൊക്കെ. വലിയ ആഡംബര പ്രിയനായിരുന്നു. അത് മറ്റുള്ളവർക്ക് മുൻപിൽ കാട്ടുകയായിരുന്നു ഇയാളുടെ ഏറ്റവും വലിയ ശ്രമം. സാധാരണ അതിസമ്പന്നരൊക്കെ വളരെ ലളിത ജീവിതം നയിക്കുന്നവരുണ്ട്. ബംഗളൂരുവിൽ ഇഷ്ടംപോലെ പണച്ചാക്കുകളുണ്ട്. അവർക്ക് ഒരു ഡ്രൈവറെ കൂട്ടി യാത്ര ചെയ്യും, അല്ലെങ്കിൽ അവർ തന്നെ സെൽഫ് ഡ്രൈവ് ചെയ്ത് ബംഗളൂരു നഗരത്തിലൂടെ യാത്ര ചെയ്യും. പക്ഷേ CJ റോയി എപ്പോഴും മുന്നിലും പിന്നിലും 2 വണ്ടികളിലായി ഒരു 10-15 സുരക്ഷാ ജീവനക്കാരുമായിട്ടാണ് നടപ്പ്. ഈ ബോഡി ഗാർഡ്സ് അല്ലെങ്കിൽ ബൗൺസേഴ്സ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് 2 തലത്തിലാണ്. ഒന്ന്, ഒരു ഉൾപ്പേടി, ഒരു ഭയം വേട്ടയാടുന്നു. 2, മറ്റുള്ളവരെ ഒന്ന് കാട്ടുക, തന്നെ ആരും ഒന്നും ചെയ്യാനില്ല, തനിക്ക് ഇഷ്ടംപോലെ അംഗരക്ഷകരുണ്ട്, വളരെ സുരക്ഷിതനാണ് എന്നുള്ള ഒരു ഫീല് പുറമേക്ക് വരുത്തുക. CJ റോയുടെ ഓഫീസും അത്തരത്തിൽ സജ്ജീകരിച്ചിരുന്നതാണ്. പുറമേ നിന്ന് പെട്ടെന്ന് ഒരാൾക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയില്ല. ബോഡി ഗാർഡ്സിനെ ഒക്കെ കവർ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലേക്ക് ആർക്കും പെട്ടെന്ന് ചെല്ലാൻ കഴിയുമായിരുന്നില്ല, വീടും ഒക്കെ. ഇതിനർത്ഥം CJ റോയി എന്തോ ഭയപ്പെട്ടിരുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വളർത്തിയെടുക്കുമ്പോഴും ആ ഭയം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. ഇനി നമുക്ക് പിന്നോട്ടൊന്ന് പോകാം. ഈ ഫേൺഹിൽ എന്ന് പറയുന്ന ഫെർണാണ്ടസിൻ്റെ സ്ഥാപനം പൊളിയുന്നു. അവിടെ നിന്ന് 2 പ്രഗത്ഭരായ ജോലിക്കാർ പുറത്തേക്ക് ചാടുന്നു. അതിലൊന്ന് നമ്പൂതിരിയും മറ്റൊന്ന് CJ റോയും. ഇരുവരും ചേർന്ന് ബംഗളൂരുവിൽ ക്രിസ്റ്റൽ എന്നൊരു സ്ഥാപനം തുടങ്ങുന്നു. റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മേഖലയാണ് അവരുടെ പ്രവർത്തന മേഖല. അങ്ങനെ CJ റോയിയും നമ്പൂതിരിയും ചേർന്നുള്ള പുതിയ ബിസിനസ്. പക്ഷെ ആ ബിസിനസ്സിലേക്ക് തിരിയുമ്പോൾ, ഏകദേശം 20 വർഷം മുമ്പുള്ള കഥയാണിത്. ആ ബിസിനസ്സിലേക്ക് തിരിയുമ്പോൾ സർജാപൂർ എന്ന സ്ഥലത്ത് വലിയ, ഇന്നിപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ആടിനെ മേയ്ക്കുന്ന കാട് പിടിച്ച സ്ഥലം എന്നൊക്കെയാണ് മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത്. വളരെ മുൻകൂട്ടി കണ്ട് ആ പ്രദേശമാകെ വാങ്ങിക്കൂട്ടിയ CJ റോയിയുടെ അത്ഭുത കഥകളാണ് ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ. ഇന്നലെ കഥയ്ക്കൊരു മറുവശം കൂടിയുണ്ട്. അവിടെയൊക്കെ ഒരു പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന മേഖലയാണ് സർജാപൂർ പോലെയുള്ളത്. പക്ഷേ കൃത്യമായി ബാംഗ്ലൂർ സിറ്റിയുടെ വികസനം എങ്ങോട്ടേക്കാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ CJ റോയി വിജയിച്ചു. അതിന് കാരണം ഫെർണാണ്ടസുമായിട്ടുള്ള കൂട്ടാണ്. ഈ ഫെർണാണ്ടസ് വലിയ ഒരു ദീർഘവീക്ഷണമുള്ള കഥാപാത്രമായിരുന്നു. പക്ഷേ പ്രവൃത്തിദോഷം കൊണ്ട് താഴെ പോയതാണ്. ഈ ഫെർണാണ്ടസിൻ്റെ കൂടെ നിന്ന് ഇനി ബംഗളൂരു വികസിക്കുന്നത്, ബംഗളൂരുവിൻ്റെ ഇനിയുള്ള ഭാവി ഇന്ന മേഖലകൾ കേന്ദ്രീകരിച്ചാവും, IT സെക്ടറത്തിൽ കയറി വരുന്നത് ഇന്ന മേഖലയാവും എന്നൊക്കെ കൃത്യമായി CJ റോയി പഠിച്ചു. ഇങ്ങനെ സർജാപൂരിലെത്തി. അന്ന് വലിയ പൈസയൊന്നും കയ്യിലില്ല. അവിടെയുള്ള ഈ പാവങ്ങൾക്ക് ചെറിയ തുകയൊക്കെ കൊടുത്ത്, ഈ 6000 രൂപ പോലെ അന്ന് സെൻറ്റിലില്ല, 3000 ഒക്കെ ഉള്ളൂ. നീ ചെറിയ തുകയൊക്കെ കൊടുത്തിട്ട് കരാറിടും. അവിടെ കരാറുകൾ 1 വർഷത്തേക്ക് കിട്ടുമായിരുന്നു കരാർ. ഈ കരാറുകൾ 3 വർഷം വരെ നീട്ടിക്കൊണ്ടുപോയി പലതും. ഇതിനിടയിൽ ആളുകൾ ബഹളമുണ്ടാക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളെ ഉപയോഗിച്ച് അവരെ ഭയപ്പെടുത്തും. അങ്ങനെ നമ്മൾ പുറമേക്ക് കേൾക്കുന്ന കഥകൾക്കപ്പുറം പലതുമുണ്ട്. പക്ഷേ CJ റോയി ആ മേഖലയിൽ ഏകദേശം 200 ഏക്കർ ലോക്ക് ചെയ്തിടുക എന്നാണ് പറയുന്നത്. റിയൽ എസ്റ്റേറ്റിൽ വാങ്ങുകയല്ല, അത് പർച്ചേസ്, കുറച്ചൊരു നീതിയുള്ള വ്യവസ്ഥയാണ്. പക്ഷേ ലോക്ക് ചെയ്യുന്ന ഇറ്റ് ഇസ് സംതിങ് ഡിഫറൻറ്റ്. അത് നമ്മുടെ
കേരളത്തിലും നിരവധി ലോക്കിങ്ങുകൾ നമുക്ക് കാണാം ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തുക്കൾ ഒക്കെ കണ്ടാൽ ഈ പാവങ്ങളായ ആളുകൾക്ക് ഇതിൻ്റെ നൂലാമാലകളൊന്നും അറിയില്ല. പക്ഷേ ഈ കരാർ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അറിയാൻ പോകുന്നില്ല ഇതിന് വർഷങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന ലീഗൽ ഇഷ്യൂസിലേക്ക് കടന്നാൽ ഒരു കാലത്തും രക്ഷപ്പെടില്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സിലേക്കാണ് പോകുന്നതെന്ന്. സമാനമായ കരാറുകളിൽ ഏർപ്പെടുന്നു. അങ്ങനെ സർജാപൂരിൽ വലിയൊരു മേഖല ഇയാൾ ലോക്ക് ചെയ്തു. അദ്ദേഹം നമുക്ക് സി ജെ റോയിയുടെ ഒരു ബിസിനസ് കാഴ്ചപ്പാടെന്ന് തന്നെ പറയാം. ഇതിനൊന്നും നമുക്ക് വളരെ നെഗറ്റീവായി കാണണ്ട. ഒരു 2-3 വർഷം കൊണ്ട് ആ മേഖലയിലെ വില 10 ഇരട്ടിയായി അങ്ങ് വളർന്നു. അപ്പോൾ കുറച്ച് സ്ഥലം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ, അല്ലെങ്കിൽ ഫ്ലാറ്റ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചപ്പോൾ തന്നെ ഈ മുഴുവൻ സ്ഥലവും വില കൊടുത്ത് വാങ്ങാനുള്ള തുക അതിൽ നിന്ന് കിട്ടി. നമ്മൾ ഇന്ത്യൻ റുപ്പിയിലൊക്കെ എന്ന് പറഞ്ഞ സിനിമയിൽ കാണുന്ന കഥ പോലെയാണ്. അങ്ങനെ സർജാപൂർ ഏകദേശം ലോക്ക് ചെയ്ത ഇടങ്ങളൊക്കെ വാങ്ങി എടുക്കുന്നതിൽ സി ജെ റോയ് വിജയിച്ചു. തൊട്ട് പിന്നാലെ ഹോസ്കോട്ട് എന്ന സ്ഥലത്തേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിച്ചു. അത് മറ്റൊരു മേഖലയാണ്, ഓൾഡ് മദ്രാസ് റോഡൊക്കെ ഉൾപ്പെടുന്ന മേഖല. അവിടെയും കരാറുകളുണ്ടാക്കി സാധാരണക്കാരുടെ വസ്തു ഇങ്ങനെ വളരെയധികം ലോക്ക് ചെയ്തിടാൻ അന്ന് സി ജെ റോയ്ക്ക് കഴിഞ്ഞു. അതും ഇദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ജീവിതത്തിൽ വലിയൊരു വിജയമാണ്. ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. നമ്പൂതിരിയും സി ജെ റോയും ആദ്യഘട്ടത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇരുവർക്കിടയിൽ ചില സ്വകാര്യ പ്രശ്നങ്ങളുണ്ടായി കുടുംബവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ നമ്പൂതിരി വളരെ സി ജെ റോയിയോട് വെറുക്കുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഇതോടെ നമ്പൂതിരിയും റോയും തമ്മിലങ്ങ് പിരിഞ്ഞു. റോയിക്ക് വലിയ വാശി, നമ്പൂതിരിക്കും വാശി. ഇരുവരുടെയും വാശി പിന്നീട് വർഷങ്ങളോളം നീണ്ടു നിന്നു. ഒടുവിൽ നമ്പൂതിരിയുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ആകെ പൊട്ടിത്തകർന്ന് വല്ലാത്തൊരു പരുവക്കേടിലായി. ഇഷ്ടംപോലെ കേസുകൾ അത് കേരളത്തിൽ, പിന്നീട് ബംഗളൂരു മാത്രമല്ല കേരളത്തിലേക്ക് പറിച്ചു നട്ടു. ഇവിടെ ധാരാളം അറ്റംപ്റ്റുകൾ ക്രിസ്റ്റൽ നടത്തി. ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ വിജയിച്ചു വന്നിരുന്നു. പക്ഷേ അതിനിടയിൽ സി ജെ റോയ് വിജയിക്കാനുള്ളൊരു കാരണം ഈ സർജാപൂരിലും ഞാൻ നേരത്തെ പറഞ്ഞ ഹോസ്കോട്ടിലുമൊക്കെ ഈ വസ്തുവകകൾ വാങ്ങിക്കൂട്ടാൻ, ആസ്തി സമാഹരിക്കാൻ റോയ്ക്ക് കഴിഞ്ഞു. സാധാരണ ബിൽഡർമാർ ഈ ജോയിൻറ്റ് വെഞ്ചറിനൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്ലോട്ട് മേടിച്ച് അവിടെ പണിയുന്നു. പക്ഷേ ദീർഘവീക്ഷണത്തോടെ ഈ 2 പ്ലോട്ടുകൾ കൈക്കലാക്കിയതോടെ റോയ്ക്കൊരു വലിയ ആസ്തി വന്നു. അതിൽ നിന്നാണ് അയാൾ പിന്നീട് വിജയത്തിൻ്റെ ആ പടവുകൾ ചവിട്ടിക്കയറുന്നത്. പക്ഷേ ഈ നമ്മൾ സി ജെ റോയി അടുത്തറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി അത് അഡ്മയർ ചെയ്യണം. 2006 കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കേരളത്തിലെ ഈ ചാനലുകളൊക്കെ കയറി വരിക, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ കയറി വർഷങ്ങളായി എങ്കിലും ഏറ്റവും ശക്തിപ്പെടുന്നൊരു കാലഘട്ടമാണ്. അന്നാണ് ഈ ഐഡിയ സ്റ്റാർ സിംഗർ പോലെയുള്ള പ്രോഗ്രാമുകൾ വലിയ പ്രചാരം കിട്ടുന്നു. അപ്പോഴിതാ സി ജെ റോയ് വമ്പൻ ഓഫറുമായി മുന്നിൽ നിൽക്കുന്നു. 1ാം സമ്മാനം കിട്ടുന്നയാൾക്ക് ഒരു ഫ്ലാറ്റ്. ഇതിൻ്റെ കച്ചവട സാധ്യതകൾ മറ്റ് ബിൽഡർമാരൊന്നും തിരിച്ചറിഞ്ഞില്ല. അവരൊക്കെ കരുതി ഒരു ഫ്ലാറ്റ് ഒരു സമ്മാനമായി കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. പക്ഷേ ഇത് 40 ലക്ഷം രൂപ പരസ്യം കൊടുക്കുന്നതിലും വലുതായിരുന്നു 40 ലക്ഷം രൂപയുടെ സമ്മാനം ഐഡിയ സ്റ്റാർ സിംഗറിന് സമ്മാനിക്കുന്നത്. കാരണം ഏഷ്യാനെറ്റ് പോലൊരു ചാനൽ തുടർച്ചയായി ഈ വാർത്ത സംപ്രേക്ഷണം ചെയ്തുകൊണ്ടിരിക്കും. മറ്റ് മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റോയിയെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ ഒരത്ഭുതത്തോടെ ആദ്യ തലത്തിൽ തന്നെ നോക്കിക്കാണുന്നു. അതായത് ഫ്ലാറ്റ് നിർമ്മാണത്തിലേക്ക് സി ജെ റോയി കടന്നപ്പോൾ തന്നെ ഇത്തരം ചില അത്ഭുത മാന്ത്രിക മാർക്കറ്റിംഗ് വിദ്യകളിലൂടെ അയാൾ മാർക്കറ്റിൽ പ്രകമ്പനമുണ്ടാക്കി. പിന്നീട് റോയിക്ക് അതിൻ്റെ കളി മനസ്സിലായി. അതിൻ്റെ തുടർച്ചയായിരുന്നു സിനിമാ നിർമ്മാണമൊക്കെ. ഇതെല്ലാം ഒരു പാക്കേജ് പോലെ പോകുന്നത്. കാരണം ഒരു സിനിമാ നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ സിനിമാ താരങ്ങളുമായി അടുപ്പം വരും. സിനിമാ താരങ്ങളുമൊത്തുള്ള ഫോട്ടോസ്, അതിന് മാധ്യമങ്ങളിൽ കൂടുതൽ പ്രചാരം കിട്ടും. പിന്നെ അതിലപ്പുറം ഈ സി ജെ റോയിയുടെ ആഡംബര ജീവിതം, പ്രൈവറ്റ് ജെറ്റ്. അന്ന് ശ്രീകണ്ഠൻ നായർ ഒരു സ്വകാര്യ വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരു വരെ യാത്ര ചെയ്തതൊക്കെ ഇന്നലെ ഏറെ കൗതുകത്തോടെ 24 ന്യൂസ് ചാനൽ ശ്രീകണ്ഠൻ നായർ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ നീ മാധ്യമപ്രവർത്തകരൊക്കെ വിമാനത്തിൽ പോലും അധികം പേര് കയറിയിട്ടുണ്ടാവില്ല. ആ കാലഘട്ടത്തിൽ ഒരു സ്വകാര്യ സ്വകാര്യ വിമാനമൊക്കെ വിട്ട് കുറേയേറെ മാധ്യമപ്രവർത്തകരെയൊക്കെ അതിൽ യാത്ര ചെയ്യാൻ അനുവദിച്ച് കൊണ്ടുപോകുമ്പോൾ അവരൊക്കെ അത്ഭുത കണ്ണുകളോടെ ഇയാളെ കാണും. ഇദ്ദേഹത്തെക്കുറിച്ച് വലിയ വലിയ വമ്പൻ വാർത്തകൾ മാധ്യമങ്ങളിൽ എഴുതും, ചാനലുകളിൽ എഴുതും. ഈ സി ജെ റോയിക്കും അതായിരുന്നു വേണ്ടത്. സി ജെ റോയിയെ സംബന്ധിച്ച് തന്നെ ഇങ്ങനെ ഒരു അത്ഭുത മനുഷ്യനായി
മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുക, അതിൻ്റെ ഒരു ഹൈപ്പിൽ അദ്ദേഹം പുളകം കൊണ്ട് ജീവിക്കുക. പിന്നീട് അദ്ദേഹം ആഡംബര സമൃദ്ധിയിൽ ജീവിക്കുന്നതിൻ്റെ നിരവധി വീഡിയോകൾ, ചിത്രങ്ങൾ, റീലുകൾ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് താനൊരു അമാനുഷികനാണെന്ന് വരുത്തി തീർക്കുക. ഇതിനേക്കാളൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ അവരാരും ഇത്തരം കൊട്ടിക്കോഷികൾക്ക് സ്വന്തം ജീവിതം വിട്ടുകൊടുത്തിട്ടില്ല. ഇദ്ദേഹം ഈ ആഡംബര സമൃദ്ധിയിൽ ജീവിച്ചോ ഇല്ലയോ എന്നതിനപ്പുറം അത്യാഡംബര സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു CJ റോയിയെ സ്വയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിലൊക്കെ ഒരു ആർത്തിയും നിഴലിക്കുന്നുണ്ട്. ജീവിതത്തിൽ പണം ഒരു ആർത്തിയായി മാറുമ്പോൾ പലപ്പോഴും ഒരു ദുഃഖത്തിന് കാരണമാകും. നമ്മൾ ചോദിക്കും, ഈ ധനസമ്പാദനം വിജയത്തിൻ്റെ ഒരു അളവുകോലാണോ എന്ന്. ഒരിക്കലുമല്ല. പണം വേണം, ജീവിക്കാനുള്ള പണം വേണം, ഇല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ജോലി ചെയ്യണം, കഠിനാധ്വാനം വേണം, ഇതൊക്കെ. പക്ഷെ പണം ഒരുപാടുണ്ട് എന്നത് ജീവിത വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനമായി കരുതരുത്. അവിടെയാണ് സമൂഹത്തിന് തെറ്റുപറ്റുന്നത്, കുടുംബങ്ങൾക്ക് തെറ്റുപറ്റുന്നത്, കുടുംബജീവിതത്തിലെ ബന്ധങ്ങൾ പാളിപ്പോകുന്നത്. പണം കൂടുതൽ കയ്യിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന് തക്ക വിനയം വേണം, സാമൂഹിക പ്രതിബദ്ധത വേണം. CJ റോയി ആരും അറിയാതെ ഒരുപാട് സഹായങ്ങൾ ചെയ്തതിൻ്റെ കഥകളൊക്കെ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു പൊളിറ്റിക്സ് കടന്ന് കൂടിയിട്ടുണ്ട്. CJ റോയിയുടെ പിന്നീടുള്ള ജീവിതം നമുക്ക് നോക്കാം. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം വിജയിച്ചു, സംശയമില്ല. പിന്നീട് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഏകദേശം 100 കണക്കിന് പ്രോജക്റ്റുകൾ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ. പക്ഷെ അവിടെ റോയി ഒരു തന്ത്രം പയറ്റി. അപ്പോഴേക്കും ദുബായ് കേന്ദ്രീകരിച്ച് ഒരു ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ റോയി ശ്രമിച്ചു. ആ ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കിയത് മലയാളത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ ഈ സിനിമാ ലോകത്തെ പ്രഗത്ഭരെ ദുബായിലെത്തിച്ച് അവിടെ റോയിയുടെ ഈവനിങ് ഡിന്നറുകളിൽ അവരെ അതിഥികളാക്കി അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് സിനിമാക്കാരും മറ്റ് പ്രമുഖരും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ചേർന്ന ഒരു പ്രത്യേക മണ്ഡലം ഒരുക്കി അതിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് കൂടുതൽ ഒരു വിശ്വാസ്യത വളർത്തിയെടുക്കാനുള്ള ശ്രമം റോയി നടത്തി. അതെന്തിനാണ് എന്ന് വെച്ചാൽ റോയി മറ്റൊരു പ്രചാരണം കൂടി നടത്തി. താൻ സീറോ ഡെപ്റ്റിൽ ബിസിനസ് നടത്തുന്നുവെന്ന്. ഈ സീറോ ഡെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താൻ ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്നില്ല, നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ആ ഒരു ടാഗ് ലൈൻ. ഈ ടാഗ് ലൈൻ റോയി തൻ്റെ ബിസിനസ്സിൽ ചാർത്തി ഇടുമ്പോഴും അനേക നിക്ഷേപകരെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. ഈ ടാഗ് ലൈൻ ഉപയോഗിച്ചാണ് തനിക്ക് കടമില്ല, ബാധ്യതയില്ല, പ്രശ്നങ്ങളില്ല, ഈ പ്രോജക്റ്റിലേക്ക് നിക്ഷേപം ഇറക്കിയാൽ ഇത്ര ലാഭം തരും. അങ്ങനെ CJ റോയിയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ വിവിധ പ്രോജക്റ്റുകളിലേക്ക് നിരവധി ഇൻവെസ്റ്റേഴ്സ് കടന്നു വന്നു. ഏറ്റെടുത്ത പ്രോജക്റ്റുകളൊക്കെ സമയബന്ധിതമായി കസ്റ്റമേഴ്സിന് നൽകിയെന്നൊരു അവകാശവാദം എപ്പോഴും റോയി മുന്നോട്ട് വയ്ക്കാറുണ്ട്. മാധ്യമങ്ങൾ ഇപ്പോൾ നിരത്തിയെഴുതുന്നത് അത് തെറ്റാണ്. നമുക്കറിയാം, കോൺഫിഡൻറ്റ് ആൻറ്റ്ലിയ പോലുള്ള പ്രോജക്റ്റുകൾ, കോൺഫിഡൻറ്റ് ഗാർഡേനിയ പോലെയുള്ള പ്രോജക്റ്റുകൾ, അതൊക്കെ 7 വർഷം വരെ ഡിലേ ആയി. പലതും ഒരുപാട് ലിറ്റിഗേഷനിലേക്ക് പോലും പോയി. പക്ഷേ അതിലൊന്നും നമുക്ക് ബിസിനസ്സിൽ കുറ്റപ്പെടുത്തലുകൾ വയ്യ. പല കാരണങ്ങൾ കൊണ്ട് ഡിലേസ് ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇതിനെയൊക്കെ കവർ ചെയ്യുന്ന അവകാശവാദം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണം നൽകി വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കാൻ തൻ്റെ പേരുൾപ്പെടെ കോൺഫിഡൻറ്റിനൊരു ബ്രാൻഡ് വാല്യൂ ഉയർത്താൻ റോയിക്ക് കഴിഞ്ഞത് അത് അയാളുടെ ഒരു പ്രത്യേക വിജയം തന്നെയാണ്. മറുവശത്ത് അത്യാഡംബര സമൃദ്ധിയിൽ ജീവിക്കുന്നു, അന്തസ്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നൊക്കെ കൃത്യതയോടെ പ്രചാരണം നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ CJ ജോയി എന്ന ഈ ഒരു വ്യവസായി മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക്, ജനങ്ങളുടെ മുന്നിൽ ഒരു അത്ഭുത മനുഷ്യനായി സ്വയം അവതരിച്ചു കൊണ്ടിരുന്നു. ഇതിനിടയിൽ മനുഷ്യസഹജമായ ആർത്തി CJ റോയിയെയും പിടികൂടി. അതിൻ്റെ ഭാഗമാണ് എല്ലാറ്റിനും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന ഈ കഥകൾ. 2024 കാലഘട്ടത്തിൽ ദുബായിൽ വലിയൊരു സാധ്യത തെളിഞ്ഞു. ആ സാധ്യത ഫലപ്രദമായി ശോഭ പോലെയുള്ള കമ്പനികൾ ദുബായ് കേന്ദ്രീകരിച്ച് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. നിരവധി ഇന്ത്യൻ കമ്പനികൾ, മുംബൈ ബേസ്ഡ് കമ്പനികൾ ദുബായിലേക്ക് ചേക്കേറി. അവിടെ പ്രൈവറ്റ് ലാൻഡ് സ്വന്തമാക്കാനും കൺസ്ട്രക്ഷൻസ് നടത്താനും വിൽക്കാനും വാങ്ങാനുമുള്ള സ്വാതന്ത്ര്യം വന്നതോടെ ഈ സ്പേസ് ഉപയോഗപ്പെടുത്താൻ CJ റോയി തീരുമാനിച്ചു. പക്ഷേ CJ റോയിയുടെ ബേസ് പൂർണ്ണമായി ബംഗളൂരുവാണ്. ഇന്ത്യയിലായിരുന്നു ആ സമയത്ത് കൂടുതൽ ബിസിനസ്. അപ്പോൾ ദുബായിലേക്ക് കടന്നപ്പോൾ അവിടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം.
ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി റോയ് ചെയ്തത് ചില തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു. അതിലൊന്ന് ദുബായ് കേന്ദ്രീകരിച്ച് വലിയൊരു സെലിബ്രിറ്റി ഡിന്നർ ഈവ് സംഘടിപ്പിച്ചു. മലയാളത്തിലെ സിനിമ നടന്മാരടക്കം നിരവധി പേരെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. തമിഴിൽ നിന്ന്, കന്നഡയിൽ നിന്ന്, മുംബൈയിൽ നിന്ന്, അങ്ങനെ വലിയൊരു സിനിമാ വൃന്ദം, അങ്ങനെ അതിലപ്പുറം വ്യവസായികൾ, ഇൻവെസ്റ്റേഴ്സ്, ഇവരെയൊക്കെ ചേർത്ത് വലിയൊരു നീക്കമാണ് അവിടെ ദുബായിൽ തുടക്കമിട്ടത്. റോയ് എന്നും ഒരു ബിഗ് പ്ലെയറാണ്. ബംഗളൂരുവിൽ വിജയിച്ചു. കേരളത്തിലടക്കം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് തൻ്റെ ബിസിനസ് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിലും അദ്ദേഹം ഒരു പരിധിവരെ വിജയിച്ചു. പക്ഷേ ഈ വിജയത്തിനൊക്കെ അപ്പുറം ഇതിൻ്റെ ആന്തരികമായൊരു പൊള്ളയായിരുന്നു എന്ന് നമുക്ക് പറയാം. അത് ഞാൻ എങ്ങനെയാണ് എന്നൊന്നുകൂടി ഒന്ന് വിശദീകരിക്കാം. അങ്ങനെ ദുബായ് കേന്ദ്രീകരിച്ച് ഈ പ്രോഗ്രാം നടത്തിയതിന് പിന്നിൽ റോയ്ക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്. ഒന്ന്, ഏതെങ്കിലുമൊക്കെ വഴിയിൽ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് പണം എത്തിക്കണം, ദുബായിലെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഗംഭീരമായിട്ട് നടത്തണം, ദുബായ് മാർക്കറ്റ് പിടിക്കണം. ചിന്ത പോസിറ്റീവാണ്, പക്ഷേ തിരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയി. അങ്ങനെ ബംഗളൂരുവിലെ ചില പ്രോപ്പർട്ടികൾ വിൽക്കുന്നു, ചില ഇടപാടുകൾ നടത്തുന്നു. ഈ പണം കള്ളപ്പണമായി ദുബായിലേക്ക് കടത്തി എന്നതാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ സംശയിച്ചത്. ഇതായിരുന്നു റോയ്ക്കെതിരെയുള്ള നിരീക്ഷണങ്ങളുടെ തുടക്കം. ഇതൊരു വർഷം മുമ്പ് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളുടെ കണ്ണിൽപ്പെട്ടു. അവരപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കാനും നിരീക്ഷിക്കാനും ഒക്കെ തുടങ്ങി. ഇതിനിടയിൽ കർണാടക സർക്കാർ കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് വന്നു. DK ശിവകുമാർ എന്ന വളരെ കരുത്തുറ്റ ഒരു നേതാവ് അവിടെ ഉണ്ടായി. CJ റോയിയെ പോലെയുള്ള ബിൽഡർമാരൊക്കെ പൊതുവെ ഈ കർണാടക കോൺഗ്രസ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഇതൊക്കെ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് മനസ്സിലായി. ബംഗളൂരു കേന്ദ്രീകരിച്ച് നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കള്ളപ്പണ ഇടപാടുകൾ പുറത്തു കൊണ്ടുവരാൻ ഒരു തീരുമാനമെടുക്കുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് ധാരാളം പണം UAE-യിലേക്ക്, മറ്റ് ഫോറിൻ കൺട്രികളിലേക്ക് പോകുന്നു എന്ന സംശയമാണ് അതിൻ്റെ മുഖ്യ കാരണം. ആദ്യം നടത്തിയ പ്രാരംഭ പരിശോധനകളിൽ CJ റോയിയുടെ കോൺഫിഡൻറ്റുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ, സ്വാഭാവിക സംശയങ്ങൾ അന്വേഷണ ഏജൻസികളിൽ വരുന്നു. അവർ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു. ഒരു മാസം മുമ്പ് ഈ കമ്പനിയുടെ ചില ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. ജനുവരി 28 വിശദമായ പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും ഹാജരാകാൻ CJ റോയിയോട് ആവശ്യപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കും ഈ ദുബായിലെ നീക്കങ്ങൾ, ഇന്ത്യയിലെ ബിസിനസ് പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ ഒട്ടനവധി വീഴ്ചകൾ സംഭവിച്ചുവെന്നാണ് ഇപ്പോൾ റോയിയുമായി വളരെ അടുപ്പമുള്ളവർ സ്വകാര്യമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആന്തരികമായൊരു പൊള്ള എവിടെയൊക്കെയോ റോയിയെ ഭയപ്പെടുത്തിയിരുന്നു. സ്വന്തം ജീവിതത്തിൽ ഇരുട്ടിനെ ഭയപ്പെട്ട CJ റോയി ബിസിനസ് ലോകത്തെ ചില ഇരുട്ടുമുറികൾ കണ്ട് ഭയപ്പെടാൻ തുടങ്ങി. തൻ്റെ ബിസിനസ്സിൻ്റെ സ്വകാര്യതകളിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കടന്നു വരുന്നത് അദ്ദേഹത്തെ പരിഭ്രമത്തിലാഴ്ത്തി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ അന്വേഷണം അതൊന്നും റോയിയെ ഒരു കാരാഗ്രഹത്തിൽ കൊണ്ടുചെന്ന് തള്ളിയിടത്തില്ല. നിയമപരമായി ഇതിനെയൊക്കെ നേരിടാം. നമ്മുടെ ബിസിനസ് വഴികൾ സത്യസന്ധമാണെങ്കിൽ അവിടെയൊന്നും വലിയ ഭയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ റോയി ഭയന്നു? ഇവിടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഈ ദുരന്തം കൂടി ഒന്ന് പരിശോധിക്കേണ്ടത്. 1 മണിക്കൂർ റോയിയെ ചോദ്യം ചെയ്തതിന് ശേഷം ഭയപ്പെട്ട് അകത്തെ മുറിയിലേക്ക് ഓടിക്കയറി സ്വയം വെടിയുതിർക്കുകയായിരുന്നില്ല CJ റോയി. അവിടെ എന്ത് സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യതയോടൊന്ന് പരിശോധിക്കാം. CJ റോയിയോട് ചില രേഖകൾ ഹാജരാക്കാനും സംശയ ദൂരീകരണത്തിനും ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരാണ്. അതനുസരിച്ച് ഒരു സഹായിയും കൂട്ടി, ജോസഫ് എന്നും കണ്ട പേര്, എല്ലാം കൂട്ടി CJ റോയി ഓഫീസിലെത്തുന്നു. CJ റോയിയെ ചോദ്യം ചെയ്തില്ല ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ. എന്നാൽ ചില രേഖകൾ ആവശ്യപ്പെട്ടു. ഓഫീസിൽ തന്നെയുള്ള ചില ലോക്കറുകൾ തുറക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴേക്കും ഏതോ വല്ലാത്ത ഭയം റോയി അലട്ടി തുടങ്ങിയിരുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഭയപ്പെടുത്തി സമ്മർദ്ദത്തിലാഴ്ത്തി സ്വയം ആത്മഹത്യ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് നമുക്ക് വെള്ളം തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ. അങ്ങനെ തൻ്റെ സഹായിയോട് അമ്മയെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞ്
ഓഫീസ് മുറിയിലേക്ക് കടക്കുന്നു. .25 എന്ന് പറയുന്ന ഒരു പോർ പിസ്റ്റൾ അത് വലത് കൈ കൊണ്ടെടുക്കുന്നു. നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നെഞ്ചിൻ്റെ ഇടത് ഭാഗത്തേക്കാണ് അമർത്തി കഞ്ചി വലിച്ചത്. ക്ലോസ് റേഞ്ചിൽ ആ നിമിഷം തന്നെ അദ്ദേഹം മരിച്ചിരിക്കാം. എന്തായാലും തൊട്ട് നിന്നാണോ ഇരുന്നാണോ ഈ വെടിയുതിർത്തതെന്ന് നമുക്കറിയില്ല. ഒരു കസേരയിൽ ചോരയിൽ കുളിച്ചിരിക്കുന്ന CJ റോയിയാണ് പിന്നീട് ജീവനക്കാർ കാണുന്നത്. 10 മിനിറ്റായിട്ട് ഓഫീസ് മുറിയിൽ ഒരു അനക്കമില്ല, കഥയിൽ തട്ടിയിട്ട് തുറക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആ ഘട്ടത്തിൽ ജീവനക്കാർ കഥ പൊളിച്ചകത്ത് കിടക്കുന്നു. കസേരയിൽ ചോരയിൽ കുളിച്ചിരിക്കുന്ന CJ റോയിയെ കാണുന്നു. ആ തോക്കിൻ്റെ ശബ്ദം പോലും കേട്ടില്ല, കാരണം അതിൽ സൈലൻസർ ഘടിപ്പിച്ചിരുന്നു. എന്തിനാണ് ഒരു സ്വകാര്യ തോക്കിൽ സൈലൻസർ ഘടിപ്പിച്ചത്? ആ ഓഫീസ് മുറിക്ക് ചുറ്റുമുള്ള ഒരൊറ്റ CCTV അപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ഒന്നുകിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡിൻ്റെ ഭാഗമായത് ഓഫ് ചെയ്തിട്ടിരിക്കാം, അല്ലെങ്കിൽ ബോധപൂർവമായ ഒരു അട്ടിമറി, അല്ലെങ്കിൽ എന്തോ ദുരൂഹത അവിടെ ചൂഴ്ന്നിറങ്ങിയിരുന്നു. നമുക്ക് ഇതിനെ ഒരു വളരെ നിർദോഷമായി കാണാൻ കഴിയില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ മേൽ വലിയ ആരോപണങ്ങൾ ഉയർത്തുന്നതിലും ലോജിക്കലി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ CJ റോയി എന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ദുരൂഹതകൾ ചൂഴ്ന്നിറങ്ങിയ ഒരു വ്യക്തിയാണോ എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യതയോടെ പറയാൻ കഴിയില്ല. പക്ഷേ സർജാപൂരിൽ നിന്നും ഹോസ്കോട്ടിൽ നിന്നുമൊക്കെയുള്ള പാവങ്ങളുടെ ഒരുപാട് കണ്ണീർ കഥകളിലൂടെ നമ്മൾ എല്ലാറ്റിനുമൊടുവിലെ ആകാശത്ത് ജീവിക്കാൻ ആഗ്രഹിച്ച CJ റോയിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് റോയി ഭയന്നത് എന്ന ചോദ്യത്തിന് കൂടുതൽ ഉത്തരങ്ങൾ നമുക്ക് ചുറ്റും വരും. CJ റോയിയുമായി ബന്ധപ്പെട്ട കരാറുകാർ, CJ റോയിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയവർ, അവരിൽ ചിലരൊക്കെ റോയിയുടെ ഇടപെടലുകളെ സംശയിച്ചിരുന്നു. എന്നതുകൊണ്ട് റോയി ക്രൂരനായ ഒരു ബിസിനസ്സുകാരനാണ് എന്ന് നമുക്ക് പറഞ്ഞുറപ്പിക്കാൻ വയ്യ. ഇതൊക്കെ അയാളുടെ ബിസിനസ് ശൈലിയാണ്. ഏതൊരു വലിയ വിജയിയുടെയും പിന്നാമ്പുറ കഥകൾ എടുത്താൽ ഇതല്ല, ഇതിനപ്പുറത്ത് ഭയപ്പെടുത്തുന്ന കഥകൾ നമുക്ക് കേൾക്കേണ്ടി വരും. അത് ഒരു ഒറ്റ CJ റോയിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. വിജയം കൊതിച്ച്, വിജയത്തിന് വേണ്ടി ആർത്തി പിടിച്ച്, പണത്തിന് പിന്നാലെ പാഞ്ഞ്, സകലതും വെട്ടിപ്പിടിക്കാനുള്ള ക്രൂര മനസ്സുമായി നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ധനാഢ്യരെ നമുക്കറിയാം. ആ ധനം, അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആ ധനത്തിൻ്റെ അളവുകോൽ വിജയത്തിൻ്റെ അളവുകോലായി നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല. പലപ്പോഴും ധനം വരുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകും, സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന്. ഈ ഒറ്റപ്പെടൽ അവർക്ക് പലപ്പോഴും താങ്ങാൻ കഴിയില്ല. ഈ ഒറ്റപ്പെടലിൻ്റെ ഏറ്റവും ഭയാനകമായ ചില തലങ്ങളുണ്ട്. അവിടെയാണ് പണം കയ്യിൽ നിറയെ, ഒരു കുടം നിറയെ തുളുമ്പി നിൽക്കുന്നത് പോലെ പണം കൈക്കുമ്പിളിൽ നിറയുള്ളപ്പോൾ എല്ലാത്തിനെയും പണം കൊടുത്ത് വാങ്ങാം എന്നുള്ളൊരു അഹംബോധം, അഹങ്കാരം മനുഷ്യനെ മതിക്കും. അത് റോയിയെ മതിച്ചിരിക്കാം. എന്നാൽ ഇൻകം ടാക്സ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ ഏജൻസികൾ തനിക്ക് പിന്നാലെ വരുന്നത് അവരെ ഒരുപക്ഷെ പണം കൊടുത്ത് മറിക്കാൻ കഴിയുന്നില്ല. താൻ കൃത്യതയോടെ തൻ്റെ ചെയ്തികളിൽ വീഴും എന്ന ബോധ്യം അദ്ദേഹത്തിനുള്ളിൽ വന്നപ്പോൾ ഭയം ട്രിഗർ ചെയ്തിരിക്കാം. പക്ഷെ ആ ഭയം അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളെ മറക്കാൻ, അദ്ദേഹത്തിൻ്റെ മക്കളെ മറക്കാൻ, മറ്റെല്ലാ ജീവിത സ്വപ്നങ്ങളും മറക്കാൻ എങ്ങനെ പ്രേരകമായി? അതൊരു നിമിഷത്തിൻ്റെ ചിന്തയാകാം. പലപ്പോഴും ഒരു നിമിഷം മതി ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ. ഇവിടെ റോയി ഭയപ്പെട്ടത് മരണത്തിനുമപ്പുറം മറ്റെന്തോ എന്തോ ഒരു കടുത്ത തലമുണ്ട്. മരണത്തിനുമപ്പുറം റോയി ഭയപ്പെടാൻ മറ്റെന്തോ ഒരു കടുത്ത തലമുണ്ട്. അതിന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ ഭയപ്പെടുത്തൽ എന്ന വിശദീകരണം നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയേണ്ട. അതൊരു ആരോപണമായി നിലനിൽക്കട്ടെ, അതിനെ വളരെ ഗൗരവത്തോടെ അന്വേഷിക്കട്ടെ. പക്ഷേ റോയിയെ പോലൊരു ബിസിനസ്സുകാരൻ, ഇത്രയേറെ വെല്ലുവിളികൾ ജീവിതത്തിൽ ഏറ്റെടുത്തയാൾ, ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ്റെ ഭീഷണിക്ക് മുന്നിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുമെന്ന് നമുക്ക് കരുതുക വയ്യ. ഇതിനേക്കാൾ വലിയ കൊമ്പന്മാരുടെ മുന്നിൽ ഇൻകം ടാക്സിൻ്റെ റെയ്ഡുകളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് കോടാനുകോടി വെട്ടിച്ച് വിജയമല്യ UK കടന്ന് സമൃദ്ധമായി ജീവിക്കുന്നത് നമുക്കറിയാം. അതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ മറ്റൊരു തിയറി കൂടി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ സ്ലോവാക്യ എന്നുള്ളൊരു രാജ്യം, കർണാടക
കേരള 2 സംസ്ഥാനങ്ങളുടെ ഒരു കോൺസുൽ ജനറലായിട്ട് റോയിയെ നിയോഗിച്ചു എന്ന വാർത്തയാണ്. ഇതൊരു ഡിപ്ലോമാറ്റിക് സുരക്ഷയാണ്. എയർപോർട്ടുകളിൽ പരിശോധന വേണ്ട, അങ്ങോട്ടേക്കുള്ള യാത്രയിലെ പരിശോധന വേണ്ട. കാരണം ഒരു ഡിപ്ലോമാറ്റ്, പണ്ട് നമ്മൾ UAE കോൺസുലേറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ കോൺസുലേറ്റ് ജനറൽ ഇന്ത്യയിൽ തിരുവനന്തപുരത്ത് വരുന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ട്. സമാനമായ തലത്തിൽ ഈ ഇമ്മ്യൂണിറ്റി ഏതൊക്കെ പ്രവൃത്തികൾക്ക് CJ റോയ് ഉപയോഗപ്പെടുത്തി. ഇപ്പോൾ അടുത്ത കാലത്തായി യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ, ക്രിമിനലുകളെ കൈമാറ്റം ചെയ്യുന്ന കാര്യത്തിൽ വളരെ വിശാലമായൊരു കരാർ നിലവിൽ വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് നിന്ന് വന്നോ? UAEയുമായി ബന്ധപ്പെട്ട നിരവധി കരാറുകൾ പുതുതായി പോലും വന്നിട്ടുണ്ട്. നമുക്കറിയാം, അടുത്ത കാലത്ത് UAEയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തിപ്പെടുത്തിയിരുന്ന ഇന്ത്യ പല റിയൽ എസ്റ്റേറ്റ് വമ്പന്മാർക്കും അന്താരാഷ്ട്ര തലങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ക്രിമിനൽ സംഘം എന്ന് വിശേഷിപ്പിക്കാം, പക്ഷേ ദുരൂഹ പണമിടപാടുകൾ നടത്തുന്ന നിരവധി സംഘങ്ങളുമായി ഒരു നെറ്റ്വർക്ക് പോലെ ബന്ധമുണ്ട്. ഇത്തരം നെറ്റ്വർക്കുകൾ തൻ്റെ ദുബായ് ബിസിനസ്സിന് CJ റോയി ഉപയോഗപ്പെടുത്തിയിരുന്നു. അതോ സ്ലോവാക്യ എന്ന രാജ്യവുമായി അദ്ദേഹമുണ്ടാക്കിയ ബന്ധം, അതിനെ തുടർന്ന് ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ അവിടെ ഒരു സാമ്രാജ്യത്തിനുള്ള ശ്രമം നടത്തിയിരുന്നു. ബംഗളൂരുവിലെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ദുരൂഹതകൾ കാണാൻ കഴിയും. ഒരു വിശുദ്ധ മനുഷ്യനായി CJ റോയിയെ പൂർണ്ണമായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം യാഥാർത്ഥ്യത്തിൻ്റെ പച്ചയായ കഥ ഏറെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇപ്പോൾ CJ റോയിയുടെ ഈ കാര്യങ്ങൾ മറ്റൊരു തലത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും നമ്മൾ ഇപ്പോൾ ഈ മാധ്യമങ്ങൾ തന്നെ ഏറ്റവും പെരുപ്പിച്ച് കാണിക്കുന്നത് ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു അമിതമായ കൈകടത്തലിനെ കുറിച്ച് വാർത്തകൾ പ്രചരിക്കുകയാണ്. അതിൽ പൂർണ്ണമായും നമുക്കങ്ങ് തള്ളിക്കളയാനും കഴിയില്ലല്ലോ. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലുകളും മാനസിക സമ്മർദ്ദവും താങ്ങാൻ കഴിയാതെ മുൻപും ബിസിനസ്സുകാർ ആത്മഹത്യ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ കഫേ കോഫി ഡേയുടെ സ്ഥാപകൻ സിദ്ധാർത്ഥ, അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്നുള്ള ബിസിനസ്സുകാരൻ മനോജ് പാർമർ, അവരൊക്കെ ഈ പറയുന്ന മനോജ് പാർമറിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു BJPയും EDയുമാണ് തന്നെ ഈ ഒരു ദുരവസ്ഥയിലേക്ക് കൊണ്ട് തള്ളിയതെന്നുള്ള ഒരു കുറിപ്പ് പോലും ഉണ്ടായിരുന്നു. ബൻസാർ, അത്തരത്തിലുള്ള ചില ആത്മഹത്യകൾ ഇവിടെ നമുക്ക് തെളിവായിട്ടുണ്ട്. ഇപ്പോഴും ഈ പറയുന്ന CJ റോയിയുടെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും ചിലർ പറയുന്ന ഒരു പരിഹാസത്തോടെ പറയുന്ന ചില കമൻറ്റുകളുണ്ട്. CJ റോയിക്ക് പോയങ്ങ് BJPയിൽ ചേർന്നാൽ പോരായിരുന്നോ, സുരക്ഷിതമായിട്ട് ഇപ്പോഴും കഴിയാമായിരുന്നല്ലോ. കാരണം നമ്മൾ എവിടെയും കാണുന്നില്ല, അംബാനിയുടെയും അദാനിയുടെയും വീടുകളിൽ ഇതുപോലത്തെ ED റെയ്ഡുകൾ നമ്മൾ കാണുന്നില്ല. ഇരുവരെയും മാനസിക സമ്മർദ്ദത്തിൽപ്പെടുത്തുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കാണുന്നില്ല. ഈ അടുത്ത കാലത്ത് ചില ആരോപണങ്ങൾ ഈ പറയുന്ന നിതിൻ ഗഡ്കരിയുടെ മകനുമായി ബന്ധപ്പെട്ടും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ ജയ്ഷായുമായി ബന്ധപ്പെട്ട് അവരുടെ ബിസിനസ് സംരംഭങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതുപോലെയുള്ള ഒരു ആരോപണം. അതിൻ്റെ തൊട്ട് പിന്നാലെ പക്ഷേ അങ്ങനെ ഒരു ദാരുണമായ സംഭവം നടക്കുന്നു. ഈ പറയുന്ന ബിസിനസ്സുകാരെ എല്ലാവരെയും അങ്ങ് കേന്ദ്രം എടുക്കുകയാണ്. ഫണ്ടിങ്ങിന് വേണ്ടിയൊക്കെ ഇവരെ ഉപയോഗിക്കാൻ വേണ്ടി പല കേസുകളിൽ പെടുത്തുന്നു. പിന്നീട് അവർക്ക് സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെ പാർട്ടിക്ക് അടിമപ്പെട്ടു പോകേണ്ട ഒരു സാഹചര്യം ബിസിനസ്സുകാർക്ക് ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ഒരുപാട് ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ, പ്രശോഭ പറഞ്ഞ ഈ കഥകൾ നമുക്ക് ഒരു ആരോപണത്തിന് വേണ്ടി പരിഗണിക്കാം. രാഷ്ട്രീയ പകപോക്കൽ ബിസിനസ് ലോകത്തിന് നേർക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് BJP സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല, പഴയ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തൊക്കെ ഇത്തരം കഥകൾ കേൾക്കുന്നതാണ്. പിന്നെ കഫേ കോഫിയുടെ സിദ്ധാർത്ഥിൻ്റെ കഥ. സിദ്ധാർത്ഥ് ഒരു പാലത്തിലെത്തിയപ്പോൾ തൻ്റെ ഡ്രൈവറോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെടുന്നു. എനിക്ക് ഇത്തിരി നേരം നടക്കണമെന്ന് പറയുന്നു. മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആ പാലത്തിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ നേരെ പുഴയിലേക്ക് എടുത്തു ചാടുന്നു. പക്ഷേ കഫേ കോഫിയുടെ ഉടമ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 1754 ബ്രാഞ്ചുകളുണ്ട് ഇന്ത്യയിൽ. അതിനോടൊപ്പം മറ്റൊരു വസ്തുത കൂടി ഉണ്ടായിരുന്നു. ഈ 1754 ബ്രാഞ്ചുകൾക്കൊപ്പം 1800 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യത. അതടച്ചു തീർക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലായിരുന്നു. ബാധ്യത തീർക്കാൻ മറ്റ് പല പരിശ്രമങ്ങളും നടത്തി, അതിലൊന്നും വിജയിക്കുന്നില്ല. പണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിമറി നടത്തി. ഇതേ തുടർന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെയ്ഡുകൾ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചില വിശദീകരണങ്ങൾ ചോദിച്ചു. അതൊക്കെ വാസ്തവമാണ്. പക്ഷെ മരണം
കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദം മൂലം എന്ന് നമുക്കിപ്പോഴും പറയുകയോ, അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും പിന്നീട് അത്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയില്ല. സാമ്പത്തിക പ്രതിസന്ധി മൂലം പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി പുറത്ത് വരുമ്പോഴാണ് ഇത്തരം വ്യവസായികളുടെ തനിനിറം പുറം ലോകം അറിയുന്നത്. പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ പണം വാരിയെറിഞ്ഞ് ഇത്തരം റെയ്ഡുകളും പ്രതിസന്ധികളുമൊക്കെ ഒഴിവാക്കാൻ കഴിയും. CJ റോയിയെ സംബന്ധിച്ച് അദ്ദേഹം കൈക്കൂലി കൊടുക്കാത്ത ഒരു വ്യക്തിയൊന്നുമല്ല. രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കുന്നതിൽ മടിയൊന്നുമില്ല. കാരണം ഗെയിം കളിക്കാൻ അറിയാം. 20 വർഷം കൊണ്ട് ഇത്രയധികം കോടി തൻ്റെ ബിസിനസ്സിൽ നിന്ന് നേടിയെടുത്ത് ഒരു അമാനുഷിക വിജയം കൈവരിച്ച CJ റോയിയുടെ സാമ്പത്തിക വളർച്ച നമുക്ക് ബിസിനസ് വിജയമെന്ന് പറഞ്ഞ് ഒഴിവാക്കാം. അത് എളുപ്പമാണ്. പക്ഷേ അതിന് പിന്നിൽ കേന്ദ്ര ഏജൻസികൾ സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ വയ്യ. നമുക്കറിയാം CJ റോയി എവിടെ തുടങ്ങി ഇന്നെവിടെ എത്തി നിൽക്കുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഏതായാലും ഇന്ത്യയുടെ 3 സംസ്ഥാനങ്ങളിലായി പടർന്നു കിടക്കുന്ന വ്യവസായ സാമ്രാജ്യമാണല്ലോ റോയിയുമായി ബന്ധപ്പെട്ടത്. ബംഗളൂരു കേന്ദ്രീകരിച്ചാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇവിടെ ഒരു സംശയം നമുക്ക് വരാൻ ഉള്ള ഒരു കാരണം, കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരാണ് അവിടെ റെയ്ഡിനകത്ത്. പക്ഷേ ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് വളരെ നല്ല ഇമേജാണ് പുറത്തേക്ക്. കൃഷ്ണപ്രസാദിനെ പോലെയുള്ള ഉദ്യോഗസ്ഥർക്ക് നല്ല പേരാണ്. അഴിമതി ഒന്നും തൊട്ടു തിണ്ടിട്ടില്ലാത്ത ഉദ്യോഗസ്ഥരെന്നാണ് ഈ കൊച്ചി യൂണിറ്റിനെ കുറിച്ച് പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത്. നമുക്ക് എളുപ്പത്തിൽ പറയാം എന്ന് മാത്രം. പക്ഷേ യാഥാർത്ഥ്യം എവിടെയോ ഒളിച്ച് കിടക്കുന്നു. CJ റോയി ഭയപ്പെടുന്നതെന്തോ അദ്ദേഹത്തിൻ്റെ വ്യവസായവുമായി ഇഴപിരിഞ്ഞ് കിടന്നിരുന്നു. അതിൻ്റെ തീക്കനലുകൾ കണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിന്നാലെ ചെന്നു. ആ സമ്മർദ്ദം അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ മറ്റുള്ളവർ ഭയക്കുന്ന ഒരുപാട് കഥകൾ പുറത്തേക്ക് വരുമെന്ന് ഒരു ഘട്ടത്തിൽ CJ റോയിക്കും തോന്നിക്കാണും. അത് തൻ്റെ ഇതുവരെ കെട്ടിപ്പൊക്കിയ ഈ സോക്കോൾഡ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഇമേജിന് പൂർണ്ണമായും തകർക്കുമെന്ന ഭയം അദ്ദേഹത്തെ വേട്ടയാടിയിരിക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം ഇത്തരം ആക്ഷേപങ്ങളിലേക്ക് വരും എന്ന പേടി. തന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്കൊക്കെ ഈ അന്വേഷണത്തിൻ്റെ വ്യാപ്തി കടന്നു ചെല്ലും. അതൊക്കെ തൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഇന്നലെ വരെ മറ്റൊരു ലോകത്ത് ഒരു സ്വപ്ന സാമ്രാജ്യത്തിൽ ഒരു രാജാവിനെ പോലെ ജീവിച്ച് ഇന്ന് യാഥാർത്ഥ്യങ്ങളുടെ ഈ പരുക്കൻ മണ്ണിൽ നേരെ ഭൂമിയിലേക്ക് ഇറങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് ഒരു പക്ഷേ ഏതെങ്കിലും തലത്തിൽ ഒരു ജയിലഴി മുന്നിൽ കണ്ട് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ സമ്മർദ്ദം മൂലം ഒരു നിമിഷത്തിൻ്റെ പാളിച്ച, അതല്ല എങ്കിൽ ഭയാനകമായ മറ്റെന്തൊക്കെയോ ആ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട്. അത് വ്യക്തമാണ്. ഇവിടെ ഈ ചർച്ച തുടങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് CJ റോയി ബിസിനസ്സിൽ വിജയിച്ചു എന്ന് വിശ്വസിക്കാം എന്ന് ഒരു പരാമർശം നടത്തിയിരുന്നു. അപ്പോൾ ഈ മാധ്യമങ്ങളിലും ഇപ്പോൾ വരുന്നത് ഈ പറയുന്ന കടങ്ങളെടുക്കാത്ത ബിസിനസ് എന്നാണ് CJ റോയിയെ കുറിച്ച് പറയുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് നല്ല വശങ്ങൾ മാത്രമാണ്. സാധാരണ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നല്ല വശം പറയുന്നതിനോടൊപ്പം തന്നെ 2 കുറ്റം പറയാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതാണ്. പക്ഷേ എല്ലായിടത്തും നിറയുന്നത് CJ റോയിയെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ്. ശരിക്കും ഒരു പൂർണ്ണ വിജയം തന്നെ ആയിരുന്നു CJ റോയി. വിജയം നമുക്ക് പലതരത്തിൽ വർണ്ണിക്കാം. വിജയത്തിനെ നമുക്ക് പലതരത്തിൽ വിലയിരുത്താം. ഈ മാധ്യമങ്ങളെ സംബന്ധിച്ച് CJ റോയി ഒരു വലിയ വിജയമായിരുന്നു. കാരണം മാധ്യമങ്ങൾക്ക് എന്നും വാരിക്കോരി കൊടുത്തിരുന്നു. പരസ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ലുപ്തും വിചാരിച്ചില്ല. റിയൽ എസ്റ്റേറ്റ് മേഖല വിജയിച്ചു വരുന്നതനുസരിച്ച് കേരളത്തിലെ മാധ്യമങ്ങളെ താങ്ങി നിർത്തിയ ഒരു അത്ഭുത പ്രവർത്തനമാണ് CJ റോയി കാഴ്ചവെച്ചത്. മാധ്യമങ്ങളെ കയ്യിലെടുത്ത് സിനിമ, മാധ്യമങ്ങൾ, ഇങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്ന ശക്തികളെ തൻ്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടാൻ CJ റോയിക്ക് കഴിഞ്ഞു. ആ തരത്തിൽ പ്രഗത്ഭനാണ്. പിന്നീട് ബിസിനസ് വിജയമാണോ ജീവിത വിജയം എന്ന് ചോദിക്കാം. നമുക്കിത് രണ്ടും ചേർത്ത് വായിക്കണം. ജീവിത വിജയമാണ് നമ്മൾ അടിസ്ഥാന മൂല്യമായി കരുതുന്നത് എങ്കിൽ ഈ ആത്മഹത്യ ഒരുപാട് സംശയങ്ങൾക്കിടവരുത്തുന്നു. ജീവിതം എപ്പോഴാണ് വിജയിക്കുന്നത്? ആത്യന്തികമായി നമ്മളിലേക്കൊരു സ്വച്ഛത വരുമ്പോൾ, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുമ്പോൾ, ഭയം നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ, നമുക്ക് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഉള്ളിൽ ഭയം തോന്നുന്നു എങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നില്ല. നമുക്ക് ചുറ്റും ഒരു കൊലപാതകിയുടെ കാഞ്ചി മുനയുണ്ട്, ഒരു തോക്കിൻ മുനയുണ്ട്
എന്ന ഭയം നമ്മളെ വേട്ടയാടുമ്പോൾ നമ്മുടെ ജീവിതം വിജയിക്കുന്നില്ല. അത് പലതലത്തിൽ വരാം. ഇപ്പോൾ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നവരെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ ശത്രുക്കൾ ഇറങ്ങി പുറപ്പെടാം. അതിനെ നമുക്ക് മറ്റൊരു തലത്തിൽ കാണാം. പക്ഷേ ഇത് ഏറെ വേറിട്ട കാഴ്ചയാണ്. ഇന്നലകളിൽ ബിസിനസ് നടത്തി വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനാകുമ്പോൾ അയാൾ ഭയപ്പെടുന്നത് അയാൾ തന്നെ വരുത്തിവെച്ച ചതികളുടെ ഇന്നലകളാണോ? നമുക്കറിയില്ല. CJ റോയ് എന്ന വിജയിച്ച മനുഷ്യൻ്റെ കഥ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതിലപ്പുറം CJ റോയ് അനുഭവിക്കുന്ന മാനസിക വ്യഥകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ചൂഴ്ന്നു നിൽക്കുന്ന സത്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ബന്ധത്തിലെ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട നിരവധി തീക്ഷ്ണമായ കഥകൾ, ഇതൊക്കെ ഇന്നും ചൂഴ്ന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് ആകാശത്തിൻ്റെ ഉയരത്തിൽ സ്വകാര്യ വിമാനത്തിലിരുന്ന് ആഡംബര സമൃദ്ധിയിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ഇങ്ങനെ നിൽക്കുന്ന റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടത് മാത്രമല്ല ജീവിത വിജയത്തിൻ്റെ അളവുകൾ. ആ ജീവിത വിജയത്തിൻ്റെ അളവുകൾ അയാളുടെ ഉള്ളിലാണ്. അയാളുടെ ഉള്ള് അതെങ്ങനെയാണ്? അത് ശാന്തമാണോ? സ്വച്ഛമാണോ? നമുക്കെന്തിനാണ് ഒരുപാട് പണം? ആ ഒരു ചോദ്യം നമ്മൾ പലപ്പോഴും അസൂയയിൽ നിന്നാണ് ചോദിക്കുന്നത്. ഈ പണമുള്ളവരെ കാണുമ്പോൾ പറയും പണത്തിലൊന്നൊരു കഥയില്ല, സ്വസ്ഥതയുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് മനുഷ്യൻ്റെ സ്വതസിദ്ധമായ അസൂയയിൽ നിന്ന് ജനിക്കുന്ന ഒരു പ്രതികരണമാണ്. പക്ഷെ ആ പ്രതികരണം മാറ്റിവെച്ചാൽ ചില യാഥാർത്ഥ്യങ്ങൾ ആ പ്രതികരണത്തിലുമുണ്ട്. ഇത്തരം സംഭവങ്ങളാണ് ആ കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കേരളത്തിൽ ചില പണക്കാരെയൊക്കെ നമുക്കറിയാം. ഇപ്പോൾ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, അദ്ദേഹത്തിൻ്റെ വൃക്ക ഊരിക്കൊടുത്തു, നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ മറുവശത്ത് നന്നായി ബിസിനസ് ചെയ്യുകയും റിയൽ എസ്റ്റേറ്റ് അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രി ഒക്കെ ഉൾപ്പെടെ നന്നായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഒരു പൊതുപ്രതീതി അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട്. ജീവനക്കാരെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതി, പൊതുവെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ ഒരു നയം മലയാളികൾക്ക് ഇഷ്ടമാണ്. നമുക്ക് നിരവധി ധനാഢ്യന്മാരെ പരിചയമുണ്ട്. വളരെ നിഷ്കളങ്കമായി വളരെ സിമ്പിൾ ലൈഫ് നയിക്കുന്ന ഒരുപാട് പേർ. പക്ഷെ റോയ് കാട്ടിക്കൊടുക്കുന്നത് മറ്റൊരു ലോകമാണ്, ഒരു മായാജാലം, മായാലോകമാണ്. ആ മായാലോകത്ത് ഇങ്ങനെയും അപകടങ്ങളുണ്ട്. എപ്പോഴും ഒരു മരണഭയം ചൂഴ്ന്നു നിൽക്കുന്ന വല്ലാത്തൊരു മായാലോകത്ത് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? റോയ് മരണം തിരഞ്ഞെടുത്തത് ജീവിക്കാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ജീവിക്കാൻ ഭയപ്പെടുന്നിടത്ത് മനുഷ്യൻ തോൽക്കുന്നു. അവൻ നല്ലൊരു വിജയിയല്ല. ഇവിടെ നമുക്ക് നല്ലൊരു വിജയിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. എന്തായാലും CJ റോയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നിന്ന് വരുന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചില വസ്തുതകൾ കൂടി ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. അന്വേഷണ സംഘം പറയുന്നു ഞങ്ങൾ ഒരു തരത്തിലും റോയിയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നാണ്. പക്ഷേ കുടുംബം അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവർ നിയമ നടപടികളുമായി മുൻപോട്ട് പോകാൻ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.